ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫില്ലിംഗ് വെച്ചിട്ടുള്ളൊരു റാഗി കൊഴുക്കട്ടയാണ്. തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഈ ഒരു കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ റാഗി കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം റാഗി ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് അളവിൽ റാഗിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നല്ല പുക വരുന്ന രീതിക്കുള്ള ചൂടുവെള്ളത്തിലാണ് ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിതാ ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. നമ്മൾ 10 മിനിറ്റ് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല, നല്ല ചൂടായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഒരല്പം ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടുകടല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ പൊട്ടുകടലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ഏലക്കയാണ്. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ റാഗി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഏകദേശം 1/2 കപ്പ് അളവിൽ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചോക്ലേറ്റ് പോലെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ശർക്കരയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സാധാരണ വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അരിച്ച് വേണം ഒന്ന് ചേർത്തൊന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലായിരിക്കും ഒന്ന് കിട്ടുന്നത്. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല. ഇതുപോലെ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. നമ്മൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി കുറച്ചൊന്ന് തിക്കായിട്ടുള്ള പരുവത്തിലാവുന്നവരേക്കും ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റിയിട്ട് വേണം നമ്മുടെ കൊഴുക്കട്ടയുടെ ഉള്ളിലേക്ക് വയ്ക്കാനായിട്ട്. ഇപ്പം ഞാൻ 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ റാഗി കയ്യിൽ തൊടാൻ പാകത്തിനൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ കുറേശ്ശെയായിട്ട് മാവെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഉരുളയാക്കി എടുക്കാം. അതിനുശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരെണ്ണം ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിന് ഇത് നന്നായിട്ടൊന്ന് അടച്ച് എടുക്കാം. ഒട്ടും തന്നെ ക്രാക്ക് വരാത്ത രീതിക്ക് വേണം ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് ക്രാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഉരുളയാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രാക്ക് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ റാഗി മാവിലും ഫില്ലിംഗ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള റാഗി കൊഴുക്കട്ട റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.